ജനം പനിച്ചു വിറയ്ക്കുമ്പോൾ ശമ്പളം പോരെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിനിറങ്ങിയത് വേദനാജനകമായ നടപടിയായിപ്പോയി. ആതുര സേവനത്തിൽ കാരുണ്യത്തിനാണ് മുൻഗണന എന്നറിയാത്തവരുടെ ദയനീയമായ പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യുന്നത് നിർത്താനും നടപടിയുണ്ടാകണം. ഏതെങ്കിലും ഒരു രോഗി ആശുപത്രിയിൽ വന്ന് കിട്ടിയാൽ അവനെ പിഴിയുക എന്ന തന്ത്രം പല സ്വകാര്യ ആശുപത്രികളുടെയും സൂത്രമാണ്. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൊള്ളക്കാരുടെ വേഷമണിയുന്നത് നിർത്തിക്കാനും സർക്കാരിന് ത്രാണി വേണം. സർക്കാർ കൊള്ളക്കാരോടൊപ്പം കൂടുന്ന സമീപനം സ്വാശ്രയ രംഗത്ത് നാം കണ്ടു. മെഡിക്കൽ സീറ്റിന് ഒരു ന്യായീകരണവുമില്ലാതെ ലക്ഷങ്ങളാണ് ഫീസിനത്തിൽ കൂട്ടിക്കൊടുത്തത്. നഴ്സുമാരുടെ അനുഭവം മറ്റു മേഖലകളിലുമുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെ മുഴുത്ത ശമ്പളത്തിൻ്റെ 4/1 ശമ്പളം പോലും അൺഎയ്ഡഡ് മേഖലയിലില്ല. ആരും അത് ശ്രദ്ധിക്കുന്നുമില്ല. തൊഴിലാളി ഐക്യം പറയുന്നവർ ഭരണം കിട്ടിയാൽ കവാത്തു മറക്കുന്നത് നമ്മുടെ ദുരന്തം. ഗുരുതരമായ മാരരോഗം പടർന്നു പിടിച്ച് നാട് മുഴുവൻ പേടിച്ചു കഴിയുമ്പോൾ നഴ്സുമാർ സമരത്തിനിറങ്ങിയത് വലിയ അനീതിയായി. സമരം ചെയ്യാൻ ഈ മരണക്കളിയുടെ സമയമല്ല തെരഞ്ഞെടുക്കേണ്ടത്. ഗവൺമെൻറ് ആശുപത്രികളിൽ ദുരിതമാണ്. അതിനാൽ കടം വാങ്ങിയും ജീവൻ രക്ഷിക്കാൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല. രോഗികളെ മടക്കി അയക്കുക, ചികിത്സ നിഷേധിക്കുക, നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യുക, ഇതൊക്കെ തീക്കളിയാണ്. 1 മണിക്കൂർ വരെ സമയം കളയാനില്ലാതെ ചികിത്സിക്കേണ്ട സമയത്ത് രോഗികളെ കണ്ണീര് കുടിപ്പിക്കുന്നതല്ല ആതുര സേവനമെന്ന് ഡോക്ടർമാരും നഴ്സുമാരും സവിനയമോർക്കണം. സമരം ചെയ്യാൻ ഇനിയുമുണ്ട് സമയം. ആദ്യം ജീവൻ രക്ഷിക്കണം, എന്നിട്ട് വേണം ശമ്പളക്കണക്ക്. അത് ആ ജോലിയുടെ ധാർമ്മികതയാണ്. ശമ്പളം ദിവസം 1000-ഉം 2000-ഉമായി വർദ്ധിപ്പിച്ചാൽ ആരാണ് ഭാരം വഹിക്കേണ്ടി വരിക? സാധാരണക്കാരൻ, പാവങ്ങൾ. അവരുടെ ചികിത്സാ ചെലവ് ഇരട്ടിയാകും, ചൂഷണം 4 ഇരട്ടിയാകും. ഒരു മാനേജ്മെന്റിനും ഒന്നും നഷ്ടപ്പെടില്ലെന്ന് സമരക്കാർ ഓർക്കുന്നത് നന്ന്. മദ്യത്തിന് വില കൂടുമ്പോൾ അതിനനുസരിച്ച് നിർമ്മാണ രംഗത്ത് കൂലിയാണ് കൂടിയിരുന്നത്. അതനുസരിച്ച് വിലക്കയറ്റവുമുണ്ടായി. പുരകത്തുമ്പോൾ ഭാഗം ചോദിച്ച് വഴക്കുണ്ടാക്കുകയല്ലല്ലോ വേണ്ടത്. ഡെങ്കിപ്പനി ബാധിച്ച് മരണം തുടർക്കഥയാകുമ്പോൾ, ഡെങ്കിപ്പനി ബാധിച്ച് ആയിരങ്ങൾ പേടിച്ച് ഉള്ളുരുകി കഴിയുമ്പോൾ സമരവും മുഷ്ടിചുരുട്ടലും കാലം മാപ്പ് തരാത്ത അപരാധമായി പോയി. ആശുപത്രിയിൽ ചെന്ന് നരകയാതന അനുഭവിച്ചവർക്ക് അക്കാര്യം ബോധ്യമാവും. ആതുര സേവനത്തിൽ കരുണയ്ക്കാണ് ആദ്യം പരിഗണന, പിന്നെയാണ് മറ്റെല്ലാം. കരുണയില്ലെങ്കിൽ ഡോക്ടറായാലും കൊള്ളാം, നഴ്സായാലും കൊള്ളാം, എല്ലാം തരംതാണ ബിസിനസ് മാത്രം. അനുബന്ധം: നഴ്സുമാരുടെ സമരം തീർക്കാൻ ആദ്യം കരാർ ഒപ്പിട്ട സ്വകാര്യ ആശുപത്രിക്കെതിരെ വാളെടുത്തിരിക്കുകയാണ് ആശുപത്രി അസോസിയേഷൻ. എല്ലാം തനിക്കാക്കി വടക്കാക്കിയാലേ തൃപ്തിയാകൂ. പനി പടരുന്നു എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണെന്ന് ഒരു മന്ത്രി പറഞ്ഞു. ഡെങ്കിപ്പനി പറഞ്ഞ് ഭീതി പരത്തരുതെന്ന ഒരു പാത്തോളജി ഡോക്ടറുടെ ഉപദേശം പിന്നാലെ വന്നു. ശരിയാണ്, ഡെങ്കി വരുന്നതുവരെ ശുഭം.